അപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയ ചിലവിലുള്ള ഒരു ബോംബെ യാത്ര. കുറേ ആൾക്കാർക്ക് അറിയാത്ത കാര്യമാണ്. അതായത് നമ്മൾ ബോംബെയിലേക്ക് പോകുമ്പോൾ എല്ലാവരും ആശ്രയിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനാണ്. ട്രെയിൻ അല്ലെങ്കിൽ ഫ്ലൈറ്റ്. ഇനിയിപ്പോൾ അതൊന്നും അല്ലാത്ത നല്ലൊരു മാർഗ്ഗമുണ്ട്, ബസ് വഴി കേരളത്തിൽ തന്നെ പോകാൻ പറ്റുന്നത്. അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, എളുപ്പമായിട്ട്. അതായത് നമ്മളിപ്പോൾ കണ്ണൂരിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. കണ്ണൂരിൽ നിന്ന് രാവിലെ ഒരു 7 ആകുമ്പോൾ ഒരു KSRTC ബസ് ഉണ്ട്. ആ ബസ്സിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂർ എത്താൻ പറ്റും. ബാംഗ്ലൂർ വൈകുന്നേരം നമുക്കത് ബാംഗ്ലൂർ എത്തും. അതിന് KSRTC ചാർജ് വരുന്നതെന്ന് വെച്ചാൽ ആകെ 600 രൂപ ആ ഒരു റേറ്റിലാണ് ചാർജ് ചെയ്യുന്നത്. KSRTC സ്വിഫ്റ്റ് ബസ്സാണ്, പുഷ് ബാക്ക് ഉള്ളതാണ്. നമുക്ക് പകൽ പോകാൻ അതന്നെ ധാരാളമാണ്. അപ്പോൾ ഇത് മൈസൂർ എത്തി. മൈസൂർ ടൗണിലോട്ട് തന്നെ നമ്മൾ KSRTC സ്റ്റാൻഡിൽ കയറിയിട്ടാണ് നമ്മൾ ബസ് പോകത്തുള്ളൂ. മൈസൂർ സ്റ്റാൻഡിലെത്തുന്ന സമയമാണ് 2 മണി. അപ്പം വഴിയിൽ കണ്ടാണ് ഒരു വണ്ടി മറിഞ്ഞിട്ടുണ്ടാവുന്നത് മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിൽ. അപ്പോൾ മുംബൈയിൽ പോകാൻ നിൽക്കുന്നതാണ്. മുംബൈയിൽ കേരളത്തിന് എങ്ങനെ പോവാം, ബോംബെ അല്ലേ? അപ്പോൾ എങ്ങനെ പോകാമെന്നുള്ളൊരിതാണ്. കേരളത്തിൽ പോകാമെന്ന് വെച്ചാൽ കേരളത്തിൽ ട്രെയിനിലല്ല, ബസ്സിൽ പോകുന്നത്. ബസ്സിൽ എങ്ങനെ പോയിട്ട് പെട്ടെന്ന് വരാം, അല്ലെങ്കിൽ പെട്ടെന്ന് വരുമോ ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ എങ്ങനെ പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കേരളത്തിൽ ഇപ്പോൾ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ കണ്ണൂരിൽ നിന്ന് എങ്ങനെ വരുന്നത് എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ട്രെയിനിൽ പോകുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ബസ്സിൽ പോകുന്ന വീഡിയോസ് അറിയില്ല എന്നുണ്ടെങ്കിൽ, അല്ല ബസ്സിൽ എങ്ങനെ പോവുക, എന്തൊക്കെ കാണാം, എവിടെയാണ് ഇറങ്ങണ്ടേ, എന്താണെന്നൊക്കെ ഉള്ളത്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോംബെയിൽ ഒരു ഐഡിയ എനിക്ക് അറിയത്തില്ല. ഹിന്ദി മര്യാദയ്ക്ക് അറിയത്തില്ല. ഹിന്ദി കേട്ടാൽ അറിയുന്നല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് അറിയത്തില്ല. പറയാൻ കുറച്ചായിട്ട്, അല്ലാണ്ട് എന്താ പറയുക, കേട്ടാലും കുറച്ചേ അറിയത്തുള്ളൂ. കേട്ടാലെന്ന് വെച്ചാൽ ഇത് എന്താ പറയുക, അല്ലെങ്കിൽ കൂടുതലായിട്ടൊന്നും അറിയത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനുള്ള ബാംഗ്ലൂരിൽ നിന്ന് രാവിലത്തെ ബസ് കയറിയിട്ട് ഞാൻ പറഞ്ഞില്ല, രാവിലത്തെ 7:30 കണ്ണൂരിൽ നിന്നുള്ള ബസ് കയറി 4 മണിയാകുമ്പോഴേക്ക് ഇവിടെ എത്തി. നമ്മൾ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിലെത്തി. ഇത് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള ബസ്സില്ല, ഇവിടെ നിർത്തിയിട്ടുണ്ട് വെഹിക്കിൾ. അപ്പോൾ ഇത് മജസ്റ്റിക്കിലേക്ക് പോകുന്ന ബസ്സാണ്. ഇത് മജസ്റ്റിക്കിൽ മാത്രം. ഇവിടെ നിന്ന് പോയാൽ നേരെ മജസ്റ്റിക്കിലാണ് എത്തുക. മജസ്റ്റിക്കിലേക്ക് പറയുമ്പോൾ 10 റുപ്യാണ് ഇവിടുന്ന് ഒരാൾക്കുള്ള ദൂരം. 10 റുപ്യാണ് ഇവിടുന്ന് മജസ്റ്റിക്കിലേക്കുള്ള ദൂരം. അപ്പോൾ ഈ ബസ്സിൽ കയറുന്നതാണ്. ഇവിടെ ടിക്കറ്റ് നമ്മൾ ഇവിടുന്ന് പുറത്തുനിന്ന് എടുത്തിട്ട് കയറണ്ടേ, ബസ്സിൻ്റെ ഉള്ളിൽ കണ്ടക്ടർ ഉണ്ടാവില്ല. നമ്മൾ കേരളത്തിൽ നിന്ന് എല്ലാ ഭാഗത്തുനിന്ന് വരുന്ന KSRTCൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് ഈ സാറ്റലൈറ്റാണ്. നമ്മളിപ്പം അവിടെ നിന്ന് ഞാൻ പറഞ്ഞേ സാറ്റലൈറ്റിൽ നിന്ന് ബസ് കയറിയിട്ട് മജസ്റ്റിക്കിൽ വന്നിറങ്ങി. മജസ്റ്റിക്കിൽ ഇതിവിടെ ഇറങ്ങിയെന്ന് വെച്ചാൽ ഇവിടെ ഈ സ്റ്റാൻഡിൽ കുറച്ച് ദൂരത്തേക്ക് പോകുന്ന ഇങ്ങനെയുള്ള ചോപ്പ് KSRTC സരിക ബസ്സാണ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ ബസ് നേരെ തൊട്ടപ്പുറത്ത് പോകണം. അവിടെയാണ് ലോക്കൽ ബസ്സും പിന്നെ എന്താ പറയുക AC ബസ്സൊക്കെ ഇല്ലേ, ലോ ഫ്ലോർ ബസ്സൊക്കെ നമുക്ക് പോകേണ്ട ബസ് അതാണ്. ഓക്കെ, ഇനി അതിൽ വേണം കയറിയിട്ട് വേണം പോകാൻ. ഞാൻ മടിവാളിൽ നിന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി എനിക്ക് മടിവാളിലേക്ക് എത്തണ്ടേ. അപ്പോൾ അവിടുന്ന് AC ബസ്സിന് കയറിയിട്ട് AC പോകാം. കാരണം വെച്ചാൽ ബ്ലോക്കെല്ലാം ഉണ്ടാവും കുറച്ച്. അപ്പോൾ പിന്നെ മറ്റേന് പോയാൽ ഭ്രാന്ത് തുടങ്ങി, നല്ല റഷും ഉണ്ടാവും. AC കുറച്ച് റിലാക്സ് ചെയ്തിട്ട് എന്താ പറയുക, അധികം ആൾക്കാരുണ്ടാവില്ല, അതുകൊണ്ട് പോകാൻ പറ്റും. വലിയ ചാർജൊന്നുമില്ല, ചെറിയൊരു 10 റുപ്യ 15 റുപ്യ അങ്ങനെ അധികം ഉള്ളൂ എന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് നടക്കുന്നതാണ്. ഇന്ന് രാത്രി 8:15 ബസ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വേറൊരു ഉപകാരപ്രദമാകുന്നൊരു കാര്യം പറഞ്ഞത്, നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് പോകേണ്ടിയിട്ട് നമ്മൾ ഈ സ്റ്റാൻഡിൻ്റെ പുറത്ത് നിന്ന് ഡയറക്റ്റ് AC ബസ് കിട്ടട്ടെ. ഈ നീല ബസ്സൊക്കെ എയർപോർട്ടിലേക്ക് ഡയറക്റ്റ് പോകേണ്ടിയിട്ടാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം ഒരു 10 റുപ്യ ഒരു ബിസ്ക്കറ്റ് അല്ലാണ്ട് വേറെ ഒന്നും കഴിച്ചിട്ടാ. അതൊരു ചായ കുടിക്കാൻ നിർത്തിയ ഹോട്ടലും ഭക്ഷണം കഴിക്കാൻ നിർത്തിയ ഹോട്ടലൊന്നും എനിക്കൊന്നും കഴിക്കാൻ തോന്നിയില്ല. കാരണം വഴിയിൽ നിന്നുള്ള ഹോട്ടലൊരു സുഖം കിട്ടുന്നില്ല കഴിക്കാൻ. ഇവിടുന്ന് ഒരുപാട് ബസ് സർവീസ് ഉള്ളതുകൊണ്ട് അങ്ങനെ തിരക്കൊന്നുമില്ല കേട്ടോ. ഓവറായിട്ട് തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരാൾക്ക് വരുന്നത് 25 രൂപയാണ്. പിന്നെ ബാംഗ്ലൂർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യമായിരുന്നു ഈ ട്രാഫിക് ബ്ലോക്ക്. പെട്ട് കഴിഞ്ഞാൽ പെട്ട് തന്നെയാണ്. അങ്ങനെ മടിവാളിൽ നിന്ന് നമുക്ക് കലാശപ്പള്ളിയിലേക്കാണ് നമ്മൾ ബസ് ഉള്ളത്. അപ്പോൾ അവിടത്തേക്ക് പോകാൻ ഇവിടെ ബസ് അവർ നാഷണൽ ട്രാവൽസിൻ്റെ ബസ്സാണ് ബുക്ക് ചെയ്തത്. അവർ ബസ്സില്ല, അവർ പിക്കപ്പ് ചെയ്യാൻ ഒരു വാനിലാണ് ഉള്ളത്. അപ്പോൾ 8 മണിക്ക് പിക്കപ്പ് എന്ന് പറഞ്ഞു. പക്ഷേ അവരിപ്പോൾ എത്തിയിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നതാണ്. ഇതാണ് കേട്ടോ നമ്മൾ പിക്കപ്പ് ചെയ്യാൻ വന്ന വണ്ടി. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് പ്രൈവറ്റ് ബസ്സിന് മുംബൈയിൽ പോകണമെങ്കിൽ ടിക്കറ്റ് റേറ്റ് 1200 രൂപ മുതലാണ് കേട്ടോ. അത്രയും ചെറിയ റേറ്റാണ്. അതായത് നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരേക്ക് വേണ്ടിയിട്ട് എത്രയും റേറ്റ് മേടിക്കുന്നത് 2000, 3000 ഒക്കെ മേടിക്കുന്നത്. ആ സമയത്താണ് ഇത് സ്ലീപ്പർ നോൺ ACൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1200 മുതലാണ്. ഇതാണ് നമ്മൾ ബോംബെക്ക് പോകുന്ന ബസ്. കലാശപ്പള്ളിയാണുള്ളത്. കലാശപ്പള്ളിയിൽ ഇപ്പം ബസ് ഇപ്പോൾ 9 മണിയായി. ഇത് എത്ര മണിക്ക് എടുക്കാമെന്ന് അറിയില്ല. നമ്മൾ 8 മണിക്ക് മടിവാളിൽ നിന്ന് പിക്കപ്പാണ്. ഇവിടുത്തെ ടൈം അറിയില്ല. ഇവിടുന്ന് ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ രാവിലെ 7:30 ഇവിടെ പെട്രോൾ അടിക്കാൻ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ബാത്റൂമിൽ കൊണ്ടുപോയവരൊക്കെ ബാത്റൂമിൽ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ചായപ്പൊടി ഉണ്ട്, ചെറിയൊരു ചായ പൊടിക്കണ്ടെങ്കിൽ അങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇത് അവിടെയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. സൂര്യന് വയലിൻ്റെ കരയിലോട്ട് ഇങ്ങനെ ഉദിച്ച് പൊന്തി വരുന്നൊരു മനോഹരമായ കാഴ്ചയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അത് കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ പിന്നെയും പോകുന്നതാണ്. നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളാണ്. അതായത് ഒരിക്കലെങ്കിലും ഞാൻ പറഞ്ഞു, ബോംബെയിൽ പോകുന്നവർ ട്രെയിനിലല്ലാണ്ട് ഒരിക്കലെങ്കിലും ബസ്സിൽ പോകണം എന്നുള്ളത് ഈ യാത്രയിലൂടെ എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യമാണ്. സോ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് എന്തൊക്കെ കാണാൻ പറ്റുന്നുള്ളത് കാണാം. ഒരുപാട് തുരങ്കങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് അത്യാവശ്യം നീളമുള്ള തുരങ്കങ്ങൾ തന്നെയാണ്. ഒരുപാടുണ്ടായിരുന്നു. അതിന് കറക്റ്റായിട്ട് എണ്ണോ കൗണ്ടോ കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നല്ല നല്ല റോഡ്. ജസ്റ്റ് ഒരു തുരങ്കത്തിൻ്റെ നീളം കാണിച്ചു തരേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ കട്ട് ചെയ്യാണ്ട് കാണിക്കുന്നത്. ഇപ്പോൾ പകലായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റൊന്നും ഇട്ടിട്ട് കാണുന്നില്ല. നമ്മൾ ഏതിലൊക്കെ യാത്ര ചെയ്താലും നമ്മൾ റോഡിലൂടെ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ, അത് വേറെ തന്നെയാണ് കേട്ടോ. അതാണ് പറയുന്നത്. ഈ ബോംബെയിലൊക്കെ എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞ ഫ്ലൈറ്റും ട്രെയിനൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു തവണയെങ്കിലും ബസ്സിൽ പോകാം. അപ്പോൾ ഈ കാണുന്ന കാഴ്ചകളുണ്ട് നോക്കിയിട്ട് കുറേ മലനിരകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ മെയിനായിട്ട് വെച്ചാൽ ഈ ഭാഗത്തൊക്കെ എന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തേക്കും പോകുന്ന ഇന്ത്യയിലൂടെ എല്ലാ ഭാഗത്തേക്കും പോകുന്ന ലോറികളൊക്കെ ഉണ്ടാവും, പല സാധനങ്ങളും കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ ഞാൻ ലോറിയിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആ ലോറിയിലുള്ള എനിക്കൊരു ക്രേസ് ഉണ്ട്. അപ്പോൾ പല വിധത്തിലുള്ള ലോറികളുണ്ട്, വലിയ വലിയ വലിപ്പത്തിലുള്ള ലോറികൾ, എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല. അപ്പോൾ അതൊക്കെ കാഴ്ചകളാണ്. ഇങ്ങോട്ടൊക്കെ പിന്നെ ധാബയാണല്ലോ. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഒന്നിനും കൊള്ളാത്തൊരു ഫുഡായിരുന്നു. ഒരു ഫ്രൈഡ് റൈസാണ്, പക്ഷെ മരണ റേറ്റും. അതായിരുന്നു ഉച്ചക്കത്തെ ഫുഡ്. അപ്പോൾ ഞാൻ എടുത്തതെന്ന് വെച്ചാൽ AC സ്ലീപ്പറാണ്. ഒരാൾക്ക് 1400 രൂപയാണ് ആയത്. അപ്പോൾ നമ്മളിപ്പം രാത്രി ബസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വൈകുന്നേരം ആവും നമ്മളവിടെ എത്തേണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും സ്ലീപ്പർ തന്നെ എടുക്കുക. ഓക്കെ, അത് AC വേണോ നോൺ AC വേണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കും. ഒരു 100 രൂപേൻ്റെ വ്യത്യാസമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അത്ര വ്യത്യാസം ഞാൻ പറഞ്ഞില്ല. നമ്മൾ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർ എത്തുന്ന റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് എത്രയോ ഇതാണ്. നല്ല റോഡുമാണ് കേട്ടോ, നല്ല റോഡാണ്. അപ്പോൾ വലിയ ക്ഷീണമോ കാര്യങ്ങളൊന്നും വരുമൊന്നുമില്ല. ക്ഷീണം വരുന്നത് നമുക്കൊന്ന് സ്ലീപ്പറിൽ കിടന്നാൽ നല്ല സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും, ഒരു കുഴപ്പമില്ല. അപ്പോൾ അത്രയും ചിലവ് ചുരുങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ദിവസം കൊണ്ട് കറക്റ്റായിട്ട് അവിടെ എത്താനും പറ്റും. മനസ്സിലായില്ല. ടിക്കറ്റിന് തിരക്ക് പിടിച്ച് ഇഷ്ടംപോലെ ബസ്സും ഉണ്ട് കേട്ടോ. മെയിനായിട്ട് ഇഷ്ടംപോലെ ബസ്സുണ്ട്. ട്രെയിനൊക്കെ ടിക്കറ്റ് നോക്കി കാത്തിരിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇതിൽ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഞാൻ പറഞ്ഞ റേറ്റ് സ്റ്റാർട്ടിങ് റേറ്റാണ് 1400 ആ ഒരു റേറ്റ് വരുന്നത്. അതിപ്പം എല്ലാ സീസൺ ആയി കഴിഞ്ഞാലും കൂടിപ്പോയാൽ തന്നെ ഒരു 2000 രൂപേൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടും. ഇഷ്ടംപോലെ ബസ്സും ഉണ്ട്. ഫുൾ ടൈം ബസ്സുണ്ട്. രാവിലെയും ഉച്ചക്കും രാത്രിയും ഒക്കെ ആയിട്ട് ബസ് വരുന്നുണ്ട്. പല ട്രാവൽസ്, മെയിനായിട്ട് ഒരു VRL അങ്ങനെയൊക്കെയുള്ള ട്രാവൽസിൻ്റെയാണ് ബസ് ഇങ്ങോട്ടേക്ക് ഉള്ളത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പം റേറ്റ് നമുക്ക് മാക്സിമം ഒരു 5000-6000 രൂപേൻ്റെ വരെ ടിക്കറ്റുള്ള ബസ്സും ഉണ്ട് ഇതിൽ. അപ്പോൾ അത് നിങ്ങൾ ഓരോ ആൾക്കാരെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നോക്കിയിട്ട് പോവുക. നല്ല ബസ് കാര്യം. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ ഒരു റേറ്റിന് പോകുന്ന ബസ് തന്നെ അത്യാവശ്യം നല്ലൊരു ബസ്സും നല്ലൊരു സർവീസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ വെച്ചാൽ മെയിനായിട്ട് ഇങ്ങോട്ടേക്ക് വെച്ച സമയത്ത് നമ്മൾ രാവിലെ മുതൽ ഇവർ ടോയ്ലറ്റിലും കാര്യങ്ങളൊക്കെ പോയിട്ട് ഇവർ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് നിർത്തി തരും, കുഴപ്പമൊന്നുമില്ല. എന്തായാലും രാത്രിയും രാവിലെയും ഉച്ചക്കും വൈകുന്നേരം ഒക്കെ ആയിട്ട് നിർത്തുന്നുണ്ട്. അപ്പോൾ അന്നേരമുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് ചെറിയൊരു പ്രശ്നം. ഇവരുടെ ധാബയിലൊക്കെയാണ് കൊണ്ടുപോയി നിർത്തുക. അതാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം. ആ സമയത്ത് ഫുഡ് നമ്മൾ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കയറി ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ അത്രയും നല്ലതായിരിക്കും. വേറെ ട്രാവലിംഗ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ട്രാവലിംഗ് തന്നെയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരിക്കലെങ്കിലും ബോംബെയിൽ പോകുന്നെങ്കിൽ ബസ്സിൽ പോകണമെന്ന് ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യും. കാരണം ചിലവും ചുരുക്കമാണ്, നല്ല കംഫർട്ടായിട്ട് പോയിട്ട് വരും ചെയ്യും, നമ്മൾ സേഫുമാണ്. മനസ്സിലായി. നമുക്കിപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ ഇപ്പം പറഞ്ഞിട്ടില്ല, ഭയങ്കരമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. പിടിച്ചു പറയും കാര്യങ്ങളൊക്കെ, മോഷണമൊക്കെ നടക്കുന്നുണ്ട്. ഇതങ്ങനെയൊന്നുമില്ല. നമുക്ക് വിശ്വസിച്ച് കിടന്നുറങ്ങാം, ഏത് സമയത്ത് വേണമെങ്കിലും കിടന്നുറങ്ങാം. ആരും ഒന്നും അടിച്ചു പറ്റി കൊണ്ടുപോകാനൊന്നും ഇവിടെ വരില്ല. അതാണ് മെയിനായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഞാൻ ഈ തുരങ്കമൊക്കെ ഇങ്ങനെ തന്നെ വീഡിയോ കട്ട് ചെയ്യാണ്ട് കുറേ തുരങ്കം ഉണ്ടായിരുന്നു കേട്ടോ. മാക്സിമം ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. കുറേ ഇഷ്ടംപോലെ തുരങ്കങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ലെങ്ത്തൊക്കെ എനിക്ക് മനസ്സിലാക്കേണ്ടിയിട്ടാണ് ഇതൊന്ന് എഡിറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത് മനസ്സിലാക്കി തരേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണക്കൂട്ടി നോക്കിയാൽ കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് മുംബൈയിലേക്ക് വന്ന ടോട്ടൽ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്, അതായത് കണ്ണൂരിൽ നിന്ന് എനിക്ക് ബാംഗ്ലൂരേക്ക് ടിക്കറ്റ് ആയത്
600 രൂപയ്ക്ക് താഴത്ത്, അതായത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 560. പിന്നെ അവിടുന്ന് ഒരു ലോക്കൽ ബസ് പിടിച്ച് 25 രൂപ, എല്ലാം കൂടി 600 രൂപ റൗണ്ട് ചെയ്ത് നമ്മൾ. പിന്നെ അവിടുന്ന് ടിക്കറ്റ് ചാർജ് ഇങ്ങോട്ടേക്ക് 1400 രൂപ, അതായത് എല്ലാം കൂടി 2000 രൂപയ്ക്ക് ഞങ്ങൾക്ക് മുംബൈയിൽ എത്തിയിട്ടുണ്ട് ബസ്സിന്. ഓക്കെ, സുഖസുന്ദരമായിട്ട് എത്തിയിട്ടുണ്ട്. ടിക്കറ്റിന് കാത്ത് നിൽക്കോ പിടിക്കോ വെയിറ്റിംഗ് ലിസ്റ്റോ ഒന്നും ടെൻഷൻ അടിക്കാണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടുന്ന് ബസ് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിച്ച് എവിടെ പോകണമെന്നൊന്നും അറിയില്ല, ഒരു പ്ലാനും ഇല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് പോകാമെന്ന് വെച്ചാൽ മുംബൈൻ്റെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് CST സ്റ്റേഷനിലേക്കാണ് പോകുന്നത്.